20 ഡെസിബിളിലെ സൗണ്ട് മാത്രം സഹിക്കാൻ പറ്റുന്ന വില്ലനും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കഥയുമായാണ് ഇത്തവണ വക്കീൽ സാബിന്റെ ഡയറക്ടറായിട്ടുള്ള വേണു ശ്രീറാം തമ്മടു എന്ന് പറയുന്ന നിതിൻ മെയിൻ നായകനായി വന്ന ഈ ഒരു മൂവിയായി നമ്മളുടെ ക്ഷമ പരീക്ഷിക്കാൻ എത്തിയിരിക്കുന്നത്. സോ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തെലുങ്കിൽ സ്ഥിരമായി പോക്കറ്റ് കഥയുണ്ട് എന്ന് മാത്രമല്ല ഒന്നും കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത മേക്കിങ്ങും അതിലും പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അതിലും വീക്ക് ആയിട്ടുള്ള ഒരു മൂവിയാണ് തമ്മടു. ഈ ഒരു സിനിമയുടെ കഥ വളരെ കോമഡിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സിനിമയിൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആർച്ചറാണ് നായകൻ. സോ അദ്ദേഹത്തിന് ഗോൾഡ് നാഷണൽസ് ഇന്റർനാഷണൽസ് പോയി ഗോൾഡ് അടിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. സോ എന്തോ കുറേ റീസൺസ് കൊണ്ട് അദ്ദേഹത്തിന് അത് പറ്റുന്നില്ല. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ഒരു ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിനും ഈ ഒരു അച്ഛനും കാരണമാണ്. സോ അച്ഛന്റെ മരണശേഷവും ഈ ഒരു ചേച്ചി എവിടാന്ന് ഈ ഒരു അനിയൻ അന്വേഷിക്കുന്നില്ല. അനിയൻ അന്വേഷിക്കുന്ന എപ്പോഴാണെന്ന് ഇങ്ങനെ ഒരു മെന്റൽ ട്രോമ വരുമ്പോഴാണ് അദ്ദേഹം ചേച്ചി അന്വേഷിക്കുന്നത്. സോ അങ്ങനെ വളരെ സ്നേഹമുള്ള ഒരു അനിയനാണ് ഈ ഒരു തമ്മുടു എന്ന് പറയുന്ന ഒരു മൂവിയിലെ ഈ ഒരു നിതിന്റെ ക്യാരക്ടർ. സോ ഒരു നിതിന്റെ ക്യാരക്ടർ ആ ഒരു ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി കാട്ടിൽ എല്ലാവരുടെയും കൂടെ ഒന്ന് ഫൈറ്റ് ചെയ്ത് അങ്ങനെ കുറെ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഉണ്ട്. ഈ ഒരു ചേച്ചിയെ ഏത് വിധേനയും വില്ലന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ കടന്ന് പരിശ്രമിക്കുകയാണ് നായകൻ. സോ ഒരിക്കലും നല്ലൊരു പെർഫോമൻസോ നല്ലൊരു സീക്വൻസസോ നല്ലൊരു ആക്ഷനോ ഒന്നുമില്ലാത്തൊരു മൂവിയാണ്. അതുപോലെ തന്നെ മലയാളത്തിലുള്ള നടി സ്വാസിക്ക് ഒരു മെയിൻ റോളിൽ വരുന്നുണ്ട്. അതുപോലും യാതൊരു ഇമ്പാക്റ്റും ഇല്ലാതെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് തമ്മടു. സോ സ്വന്തം റിസ്കിൽ മാത്രം കാണുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.